ഹലോ ഗായ്സ്, വെൽക്കം ടു ഗോൾഡൻ കറി. ഇപ്പോൾ കുറേ കാലം ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇത് ഞങ്ങളിവിടെ ഒരു ടെനസി എന്ന് ടെനസി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഞങ്ങളൊരു വെക്കേഷന് പോയിട്ടുള്ള ഒരു വീഡിയോസാണ്. അപ്പം ഞങ്ങളവിടെ പോയ സമയത്ത് റാംസി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൊക്കേഷനും പീച്ചൻ ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു ഈ ഹോട്ടൽ. അപ്പോൾ ആ ഹോട്ടലിലുള്ള മെയിൻ എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെയുള്ള ഒരു ബേർഡാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് കാണാൻ വെച്ചിരിക്കുന്ന ഒരു ബേർഡാണ്. വളരെ നല്ലതായിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. നമുക്ക് ആ ഒരു വെക്കേഷൻ പറ്റി എല്ലായിടത്തും പോകാൻ വേണ്ടി അവിടെ താമസിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് വെക്കേഷനൊക്കെ പോകാൻ പറ്റുന്ന എല്ലാത്തിനും ആക്സസ് ഉള്ള ഒരു നല്ലൊരു ഹോട്ടലായിരുന്നത്. അപ്പോൾ അവിടെ താമസിച്ചതിന് ശേഷം ഞങ്ങൾ ഗേഡ്ലിൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോയത്. അവിടെ ഒരു കുട്ടികളെ കളിക്കാനുള്ള റാഞ്ച് പോലത്തെ ഒരു വലിയൊരു ഫാം പോലത്തെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഈ ഹോഴ്സ് റൈഡിങ്ങും അങ്ങനെ പല സിപ്പ് ലൈനും അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ ഓരോരോ കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്യാവുന്ന അവിടെ ഫാമുണ്ട്. നമുക്ക് ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാം, പല കാര്യങ്ങൾ ചെയ്യാം, കുട്ടികൾക്ക് കളിക്കാം. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. മോളാണ് അത് ചെയ്യുന്നത്. മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു സിപ്പ് ലൈൻ ചെയ്തത്. ഒരുപാട് എൻജോയ് ചെയ്ത് പുള്ളിക്കാരി ഇത് ചെയ്തപ്പം. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. ഒരാഴ്ചയൊക്കെ നമുക്കൊരു വെക്കേഷനൊക്കെ പോയി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് അവിടെ വെക്കേഷന് പോകുന്നത്. കുട്ടികൾക്ക് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും നമുക്കായാലും ഫാം ഹൗസിലായാലും ഒരുപാട് റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ പല ഐറ്റംസ് ഉണ്ട്, പല കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ അനുസരിച്ച് അവിടെ ഫിഷിംഗ് ഉണ്ട്, ബോട്ടിങ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അവിടെ ചെയ്യാൻ. അവിടെ ഒരു ഇങ്ങനെ കൺട്രി മ്യൂസിക് പോലെ അവരിങ്ങനെ പ്ലേ ചെയ്യുന്നതാണ്. അവിടെ ഞാൻ 2-3 നല്ല നമ്മുടെ നാടൻ പൂവൻകോഴികളെ കണ്ടു. വളരെ മനോഹരമായിട്ടുള്ളൊരു 3 കോഴികളായിരുന്നു. പിന്നെ ഞങ്ങൾ ഹോഴ്സ് ബാക്ക് റൈഡ് ചെയ്തായിരുന്നു. ഒരു 1 hour നമ്മളിത് ഹോഴ്സ് റൈഡ് ചെയ്യാനുണ്ട്. അപ്പം നമ്മളിതനുസരിച്ചുള്ള ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്, എന്നാലും ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്കിതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല ഹോഴ്സ് ബാക്ക് റൈഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. 1 മണിക്കൂറോളം നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളിവിടെ ടെന്നസിയിലെ സ്റ്റേറ്റ് പാർക്കിൽ പോയതാണ്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്രൈവാണ്. അവിടെ ഇങ്ങനെ ഹിൽസ് പോലെ ഇങ്ങനെ മലകളുണ്ട്. അതിലിങ്ങനെ നമ്മളിങ്ങനെ റൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റൈഡായിരുന്നു. ഇവിടെ ബെയറും ഡിയർ അങ്ങനെയൊക്കെയുള്ള ടർക്കി അങ്ങനെയൊക്കെയുള്ള ആനിമൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഡ്രൈവ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത ഒരു ഡ്രൈവായിരുന്നു കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ സീനറിയൊക്കെ കാണാൻ വേണ്ടി തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീനറി ആയിരുന്നു. നോക്കിക്കുക, ഇതാണ് നമ്മൾ പോയപ്പം കണ്ട ഒരു ടർക്കിയാണ്, വൈൽഡ് ടർക്കിയാണ്. കാട്ടിനുള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ടർക്കിയാണ്. ഇപ്പം നമുക്കൊരു കരടി റോഡ് ക്രോസ് ചെയ്യുന്നതാണ് കണ്ടോ. പുള്ളി പെട്ടെന്ന് ഓടിച്ചാടി അപ്പുറത്ത് ക്രോസ് ചെയ്ത് ഞങ്ങളിങ്ങനെ കൂടെ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ചാടി. അത്രേ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ ആ കാട്ടിലോട്ടം കയറിപ്പോയി. പിന്നെ അധികം ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഇതിന് പകരം ഞങ്ങൾ വേറെ 2 കൂടെ കണ്ടായിരുന്നു. ഒരു അമ്മ കരടി, ഒരു കുഞ്ഞു കരടിയും. നല്ല എൻജോയ് ആയിട്ടുള്ളൊരു ഡ്രൈവായിരുന്നു. എല്ലാവരും ശരിക്കും, മക്കളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. ഇത് നമ്മുടെ കേബിൾ കാർ പോലത്തേതാണ്. ഇത് നമുക്ക് അവിടെ കുറേ കുട്ടികളുടെയൊക്കെ ഒരു ഏരിയയുണ്ട്. അവിടെ നമുക്ക് കളിക്കാനും പല റൈഡുകൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. ആനക്കിസ്റ്റ എന്നാണ് അതിൻ്റെ പേര്. അവിടെ പോകാൻ വേണ്ടി നമ്മൾ കേബിൾ കാറിൽ വേണം പോകാൻ. അപ്പം സിപ്പ് ലൈനും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. റോളർ കോസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ളത് മക്കൾ ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. മോളും ഹസ്ബൻഡും ഒക്കെയാണ്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത ഒരു വെക്കേഷനായിരുന്നു. അതുപോലെ ആൾക്കാർക്ക് ഇനി പോകാനും 1-2 ആഴ്ച നമുക്ക് വെക്കേഷനൊക്കെ എടുത്ത് അവിടെ പോയി ഇങ്ങനെ ശരിക്കും ആ ഒരു ഫ്രീ ആകാനും റിലാക്സ് ചെയ്യാനും പറ്റിയുള്ളൊരു ഇടമാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ പോവുക. ഇത് ശരിക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇവർക്ക് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു റൈഡ് ആദ്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ ലൈൻ നിൽപ്പുണ്ടായിരുന്നു. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കിക്കുക. അവിടെ എന്ത് മനോഹരമാണ്. കാരണം നമ്മുടെ ഒരു നാട്ടിലൊരു പ്രകൃതി പോലെയൊക്കെ തോന്നില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, കുന്നൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ കാണുന്ന അതുപോലെ. പിന്നെ ഞങ്ങൾ നാഷ്വിൽ ടെന്നസിയിലെത്തിയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഹെയ്രി ബീച്ച് എന്ന് പറയുന്ന
ഒരു റെസ്റ്റോറൻറ്റ്. ഭയങ്കര ഫേമസ് ആണ്. അവിടെ ചിക്കനാണ് അവരുടെ മെയിൻ ഐറ്റംസ്. ചിക്കൻ നമ്മുടെ KFC പോലെയൊക്കെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് അതിന്. അവിടെയാണെങ്കിൽ ക്യൂ നിന്ന് നമ്മൾ മടുത്താലും നമുക്ക് വൈകുന്നേരം ആയാലേ കിട്ടത്തുള്ളൂ. അതുപോലെ തിരക്കാണ്. ഏത് ലൊക്കേഷൻ പോയാലും ഭയങ്കര ടേസ്റ്റാണ് അവരുടെ ചിക്കൻ സാൻഡ്വിച്ചും എല്ലാം അടിപൊളിയാണ്. നല്ല എല്ലാവരും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഹേരി ബീസ് എന്ന് പറയുന്നത്. എപ്പോൾ പോയാലും അവിടെ ഫുൾ ലൈനാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും എവിടെയെങ്കിലും കഴിക്കാൻ പറ്റുവാണെങ്കിൽ കഴിക്കുക. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത്, മക്കളൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാം നല്ല അടിപൊളിയാണ്. മാക്ക് ആൻഡ് ചീസും സാൻഡ്വിച്ചും ഫ്രൈസും പ്രത്യേക ഒരു റെസിപ്പിയാണ് അവരുടെ ആ ഒരു ചിക്കനുള്ളത്. അതുകൊണ്ടാണ് അതുപോലത്തെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇത് നാഷ്വിൽ ഡൗൺ ടൗൺ ആണ്. അവിടെ മ്യൂസിക്കിൻ്റെ ഹോം ഓഫ് ദ കൺട്രി മ്യൂസിക് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഭയങ്കര ലൈവായിട്ടുള്ളൊരു പ്ലേസാണ്. മ്യൂസിക്കും ആൾക്കാർ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഉച്ചയ്ക്ക് എന്നാൽ പോലും വർഷം മുഴുവനും അവിടെ ഇതുപോലത്തെ തിരക്കുള്ള ബിസി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മ്യൂസിക് നമ്മൾ കൺട്രി മ്യൂസിക്, റോക്ക് മ്യൂസിക് ഇതിൻ്റെയൊക്കെ ഒരു ബെഡ് പ്ലേസാണ്. അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യും. അവിടെ പല പല മ്യൂസിക്കുകൾ കൺസേർട്ടിങ് നടക്കുന്നുണ്ട്. ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് നാഷ്വിൽ ഡൗൺ ടൗൺ. അവിടെ ഫുൾ ഇയർ ഇങ്ങനെ ബിസിയാണ്. എപ്പോൾ പോയാലും ഉച്ച തൊട്ടേ അവിടെ നമ്മൾ രാവിലെ പോയാലും ഒരു തിരക്കുന്ന രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിഞ്ച് നടക്കാൻ സ്ഥലമില്ല. അതുപോലത്തെ തിരക്കാണ് അവിടെ. ഇതിപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരം 6 മണി 5:30 6 മണിയായ സമയത്താണ് അവിടെ പോയത്. പക്ഷേ അപ്പോൾ തന്നെ ഓൾറെഡി ഭയങ്കര തിരക്കാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ മ്യൂസിക്കൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കുള്ള ഒരു പ്ലേസാണ്. ഇതൊക്കെ ലൈഫിൽ ഒരു ടൈമിൽ നമ്മൾ പോയി ഇതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തിരിക്കേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കുള്ള കാര്യങ്ങളൊക്കെ അവരും ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം വീണ്ടും പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇനിയും പറ്റുവാണെങ്കിൽ പോവും. ഇത് ഹസ്ബൻഡ് സിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞ് വരുന്നതാണ്. അതുപോലെ നമ്മുടെ മോളാണെങ്കിൽ പുള്ളിക്കാരി സിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞ് വരുന്നു. ഇത് ഓരോരുത്തർ ഓരോ ട്രെയിൻ അനുസരിച്ച് ഇങ്ങനെ പോകുന്നതനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. കേബിൾക്കാരൊക്കെ മക്കൾ ശരിക്കും എൻജോയ് ചെയ്തു. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും പോയി കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക, പറ്റുന്നവരൊക്കെ പോയി എൻജോയ് ചെയ്യുക. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.